ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോറിയസ് ലവ് മലയാള ടിപ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുനാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നാരങ്ങ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ കയ്പില്ലാതെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ അച്ചാർ ഇടാനായിട്ട് എടുത്തിരിക്കുന്നത് 1 കിലോ നാരങ്ങയാണ്. ഇത് നല്ല പഴുത്ത നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ പഴുത്ത നാരങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും അതേപോലെ അധികം കയ്പും കാണത്തില്ല. ഇതിവിടെ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് 2 രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നാമത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. രണ്ടാമത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് വെള്ളത്തിലോട്ട് നാരങ്ങ ഇട്ട് തിളപ്പിച്ചെടുക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. നാരങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം എടുക്കണം. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നാരങ്ങ പൊട്ടിപ്പോകരുത്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇതിൻ്റെ തോടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കിഴുത്ത പാത്രത്തിലോട്ട് ഇതെല്ലാം നമുക്ക് മാറ്റാം. അടുത്തതായിട്ട് ഒരു ചീനിച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ 1 ടീസ്പൂണ് ഉലുവയും 1 ടീസ്പൂണ് കടുകും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ആ കടുവും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അച്ചാർ ഇടാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒരു 3 ഉണ്ട വെളുത്തുള്ളിയാണ് ഞാനിവിടെ പൊളിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഇപ്പം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇവിടെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതായത് ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടിയാണ് നമ്മളിടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ കടുക് ഉലുവായും, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് 1 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തന്നെ നാരങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ആ ജ്യൂസോട് കൂടി തന്നെ നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ആ ടേസ്റ്റൊക്കെ നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട്, അത് കാരണം ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ നാരങ്ങ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ കയ്പില്ലാത്ത നാരങ്ങ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. God bless you. Thank you.